ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം പീതാംബരങ്കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ശ്ലോകം പഠിച്ചു. പൂർവ്വപീഠികയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ധ്യാന ശ്ലോകത്തിലെ ഒരു ശ്ലോകം പഠിച്ചു. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ശ്ലോകം പഠിക്കാം. ആദ്യം ഒന്ന് വായിക്കാം. ഭൂപാദൗ യസ്യ നാഭിർവിയദസുരനിലചന്ദ്ര സൂര്യൗ ച നേത്രേ കർണാവാശാശിരോ ദൗർമുഖമവിദഹനോ യസ്യ വാസ്തേയമബ്ധിഃ അന്തസ്തം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗിഗന്ധർവദൈത്യൈഃ ചിത്രം രമ്യതേദം ത്രിഭുവനവപുഷം വിഷ്ണുമീശം നമാമി. വാക്കുകൾ നോക്കാം. ഭൂഹു പാദൗ യസ്യ നാഭിഃ വിയദ് അസു അനില ചന്ദ്ര സൂര്യൗ ച നേത്രേ കർണ ആശ ശിരോ ദ്യൗ മുഖം അപി ദഹനോ യസ്യ വാസ്തേയം അബ്ധിഃ അന്തസ്തം യസ്യ വിശ്വം സുര നര ഖഗ ഗോ ഭോഗി ഗന്ധർവ ദൈത്യൈഃ ചിത്രം രമ്യത്തെ തം ത്രിഭുവനവപുഷം വിഷ്ണും ഈശം നമാമി. വിഷ്ണും ഈശം നമാമി. മഹാവിഷ്ണുവായ ഈശ്വരനെ ഞാൻ നമിക്കുന്നു, നമസ്കരിക്കുന്നു എന്നർത്ഥം. എങ്ങനെയുള്ള വിഷ്ണുവാണെന്നാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന വർണ്ണന. ഭൂപാദൗ, ഭൂമി, പാദൗ പാദങ്ങൾ, ഭഗവാന്റെ പാദങ്ങൾ ഭൂമിയാകുന്നു. ലോകം മുഴുവനും ഭൂലോകം ഭഗവാന്റെ പാദങ്ങളാകുന്നു. വിരാട് സ്വരൂപനായിരിക്കുന്ന വിരാട് പുരുഷൻ്റെ അംഗങ്ങൾ പറ്റിയാണ് ഇവിടെ ഈ പറയുന്നത്. വിരാട് പുരുഷ വർണ്ണനയാണ് ചെറുതായിട്ട്. അപ്പോൾ അത് ഭഗവാന്റെ പാദങ്ങൾ ഭൂമിയാണ്, ഭൂമിയായും ലോകമായും. യസ്യ ഏതൊരുവൻ്റെ പാദങ്ങൾ രണ്ടും ഭൂലോകമായും. നാഭി എന്ന് പറഞ്ഞാൽ പൊക്കിള് വിയത്തായും. വിയത്ത് എന്ന് പറഞ്ഞാൽ ആകാശം. ഭഗവാന്റെ നാഭിയാണ് ആകാശം. അസു വിയത് അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ വായുവായും. അനിലൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അനിലനായും. അനിലൻ വായു. ചന്ദ്രസൂര്യവും, ചന്ദ്രനും സൂര്യനും നേത്രങ്ങളായും. ചന്ദ്രസൂര്യൗ ച നേത്രേ നേത്രങ്ങളായും. കർണൗ ആശ, അത് ഔ പ്ലസ് ആ വന്നപ്പോൾ അത് വായായി മാറി കർണാവാശ എന്നായി. അപ്പം ആശ എന്ന് പറഞ്ഞാൽ ദിക്കുകൾ. കർണൗ എന്ന് പറഞ്ഞാൽ രണ്ട് കർണങ്ങൾ, ചെവികൾ. രണ്ട് ചെവികൾ ദിക്കുകളായും. ശിരോ ദ്യൗഹു എന്ന് പറഞ്ഞാൽ സ്വർഗം, അത് ശിരസായും. മുഖം അപി, മുഖം എന്ന് പറഞ്ഞാൽ വാക്ക് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ വാക്കുകൾ അല്ലെങ്കിൽ മുഖം ദഹനനായി. ദഹനൻ എന്ന് പറഞ്ഞാൽ അഗ്നിയായും. അന്തസ്തം അന്തർഭാഗം. യസ്യ അന്തസ്തം ഏതൊരുവൻ്റെ അന്തർഭാഗം വിശ്വം ലോകം മുഴുവനുമാണ്. സുര നര ഖഗ ഗോ ഭോഗി ഗന്ധർവ ദൈത്യൈഃ. സുരന്മാർ, ദേവന്മാർ, നരൻ എന്ന് പറഞ്ഞ നരന്മാർ, മനുഷ്യർ, ഖഗം പക്ഷികൾ, ഗോക്കൾ മൃഗങ്ങൾ, ഭോഗി
ഉരകങ്ങൾ, പാമ്പിനെയൊക്കെ ഇഴഞ്ഞു നീങ്ങുന്ന എല്ലാത്തിനെയും ഉരകങ്ങൾ എന്ന് പറയും. അതാണ് ഇവിടെ ഭോഗി, സർപ്പം. ഗന്ധർവന്മാർ, ദൈത്യന്മാർ ഇവരെല്ലാം എവിടെയാണോ ഇരിക്കുന്നത്? ഭഗവാന്റെ വയറിലാണ്. അപ്പോൾ ഉദരം ഇവർക്കെല്ലാം ഇരിപ്പിടമായത് ഭഗവാന്റെ ഉദരവും. പിന്നെ ചിത്രം രമ്യതേ എന്ന് പറഞ്ഞാലോ, സകല ഭോഗങ്ങളും അനുഭവിക്കുന്നവനും എല്ലാം രമ്യതകളെന്നൊക്കെ പറയാം, ആനന്ദം അനുഭവിക്കുന്നവനായ ത്രിഭുവന വപുഷം, 3 ലോകങ്ങളും ശരീരമായിരിക്കുന്ന ആ വിഷ്ണുവിനെ, ഈശനായിരിക്കുന്ന വിഷ്ണുവിനെ, സർവ്വലോകങ്ങളുടെയും 3 ലോകങ്ങളുടെയും ഈശ്വരനായിരിക്കുന്ന വിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു എന്ന്. ഭൂപാദൗ യസ്യ നാഭിർ വിയദസുരനിലചന്ദ്രസൂര്യൗ ച നേത്രേ കർണാവാശാത് ശിരോദൗർമുഖമഭിലഖനോ യസ്യ വാസ്തേയമബ്ധിഃ അന്തസ്തം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗി ഗന്ധർവദൈത്യൈഃ ചിത്രം രമ്യതേ തം ത്രിഭുവനവപുഷം വിഷ്ണുമീശം നമാമി. യാതൊരു ഈശന് ഭൂലോകം പാദങ്ങളായും ആകാശം നാഭിയായും വായു പ്രാണനായും സൂര്യചന്ദ്രന്മാർ കണ്ണുകളായും ദിക്കുകൾ കാതുകളായും സ്വർഗലോകം ശിരസായും മുഖമല്ലെങ്കിൽ വാക്ക് അഗ്നിയായും വാസസ്ഥാനം സമുദ്രമായും വാസ്തേയം വാസസ്ഥാനം സമുദ്രമായും ദേവന്മാർ, മനുഷ്യർ, പക്ഷിവർഗങ്ങൾ, ദൈത്യന്മാർ, ഉരകങ്ങൾ, ഗന്ധർവന്മാർ തുടങ്ങിയ സകല ചരാചരങ്ങൾക്കും ഇരിപ്പിടം ഉദരമായും സകല ഭോഗങ്ങളും അനുഭവിക്കുന്നവനും 3 ലോകങ്ങൾ ശരീരമായവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ വിരാട സ്വരൂപത്തെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അതാണ് ഈ ശ്ലോകം. ഒരു പ്രാവശ്യം കൂടെ വായിച്ചർത്ഥം നോക്കാം. ഭൂപാദൗ യസ്യ നാഭിർവിയദസുരനിലചന്ദ്രസൂര്യൗ ച നേത്രേ കർണാവാശാശിരോദോർമുഖമഭിദഖനോ യസ്യ വാസ്തേയമബ്ധിഃ അന്തസ്തം യസ്യ വിശ്വം സുരനരഖഗോ ഭോഗി ഗന്ധർവദൈത്യൈഃ ചിത്രം രമ്യതേ തം ത്രിഭുവനവപുഷം വിഷ്ണുമീശം നമാമി. ആരുടെ പാദങ്ങൾ ഭൂമിയും, പൊക്കിൾ ആകാശവും, പ്രാണൻ വായുവും, കണ്ണുകൾ സൂര്യേന്ദ്രന്മാരും, ചെവികൾ ദിക്കുകളും, ശിരസ് സ്വർഗവും, വാക്കും അഗ്നിയും, വാക്കല്ലെങ്കിൽ മുഖം അഗ്നിയും, ഭവനം കടലും, വയർ ദേവമാനുഷ്യ പശുപക്ഷി ഉരക ഗന്ധർവ ദൈത്യവർഗങ്ങളുടെ ഇരിപ്പിടവുമായിരിക്കുന്നുവോ, 3 ഉലകിനും ഉടൽ ചേർന്ന ആ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു എന്നീ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകങ്ങളുമായി വരുന്നവരെ ഹരി ഓം. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം.